പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അമേരിക്കൻ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ വിവാദ ഫയലുകളിൽ പേര് പരാമർശിക്കുന്ന ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ അറസ്റ്റിൽ. പബ്ലിക് ഓഫീസിലെ മോശം പെരുമാറ്റത്തിലാണ് അറസ്റ്റ് എന്ന് തേംസ് വാലി പോലീസ് അറിയിച്ചു. രാവിലെയാണ് കിഴക്കൻ ഇംഗ്ലണ്ടിലെ സാൻഡ്രിംഗ് ഹോം എസ്റ്റേറ്റിൽ നിന്നും ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്തത്. സർക്കാരിന്റെ രഹസ്യ രേഖകൾ ആൻഡ്രൂ എപ്സ്റ്റീന് കൈമാറിയെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസെന്റിന്റെ ചിത്രമടക്കം പുറത്തു വന്നിരുന്നു. ചാൾസ് രാജാവിന്റെ ഇളയ സഹോദരനാണ് 66-കാരനായ ആൻഡ്രൂ. അമേരിക്കൻ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ വിവാദ ഫയലുകളിൽ പേര് പരാമർശിക്കുന്ന ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ അറസ്റ്റിലായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പബ്ലിക് ഓഫീസിലെ മോശം പെരുമാറ്റത്തിലാണ് അറസ്റ്റ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തേംസ് വാലി പോലീസാണ് ഈ ഒരു അറസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. രാവിലെയാണ് കിഴക്കൻ ഇംഗ്ലണ്ടിലെ സാൻഡ്രിംഗ് ഹാം എസ്റ്റേറ്റിൽ നിന്നും ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്തത്. സർക്കാരിനെതിരെ രഹസ്യരേഖകൾ ആൻഡ്രൂ എപ്സ്റ്റീന് കൈമാറി എന്നൊരു ആരോപണമൊക്കെ ഉയർന്നിരുന്നു. എപ്സ്റ്റീൻ ഫയലുകൾ വലിയ വിവാദമുയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് തന്നെ വരുന്നത്. ഇതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. എപ്സ്റ്റീന്റെ ഫയലുകളുമായി ബന്ധപ്പെട്ട് ഈ പരാമർശം ഉയർന്നിരുന്നു. എന്തായാലും ഇതേ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസെന്റിന്റെ ചിത്രമടക്കം പുറത്തു വന്നിരുന്നു. ചാൾസ് രാജാവിന്റെ ഇളയ സഹോദരനാണ് 66-കാരനായ ആൻഡ്രൂ. എന്തായാലും ജെഫ്രി എപ്സ്റ്റീന്റെ വിവാദ ഫയലുകളിൽ പേര് പരാമർശിക്കുന്ന ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ അറസ്റ്റിലായിരിക്കുകയാണ്. പബ്ലിക് ഓഫീസിലെ മോശം പെരുമാറ്റത്തിലാണ് അറസ്റ്റ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. തിരുവനന്തപുരം പാറശാലയിൽ ജനങ്ങളെ ഭീതിയിലാക്കി ചുഴലിക്കാറ്റ്. പാറശാല KSRTC ഡിപ്പോയ്ക്കുള്ളിലെ മൈതാനത്തിലാണ് 2 മിനിറ്റോളം നീണ്ട ചുഴലിക്കാറ്റുണ്ടായത്. ഉച്ചയോടെയായിരുന്നു സംഭവം. രാവിലെ മുതൽ കനത്ത ചൂടാണ് ഇവിടെ അനുഭവപ്പെട്ടത്. തുടർന്നാണ് ചുഴലിക്കാറ്റുണ്ടായത്. ഇങ്ങനെ പൊങ്ങിപ്പോയി റോക്കറ്റ് പോകുമ്പോലെ. ചുഴലിക്കാറ്റിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. തിരുവനന്തപുരം പാറശാലയിലാണ് ഇത്തരത്തിൽ ചുഴലിക്കാറ്റുണ്ടായത്. ജനങ്ങളെ വലിയ രീതിയിൽ ഭീതിയിലാഴ്ത്തിയ ഒരു ചുഴലിക്കാറ്റ് തന്നെയാണ് ഇത്. പാറശാല KSRTCയിലെ ഡിപ്പോയ്ക്കുള്ളിലെ ഈ ഒരു മൈതാനത്തിലാണ് 2 മിനിറ്റോളം നീണ്ട ഈ ഒരു ചുഴലിക്കാറ്റുണ്ടായത്. ഉച്ചയോടെ ആയിരുന്നു ഈ ഒരു ചുഴലിക്കാറ്റുണ്ടായത്. രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇതേ തുടർന്നാണ് ചുഴലിക്കാറ്റുണ്ടായത്. സംസ്ഥാനം ഒട്ടാകെ വലിയ രീതിയിൽ ചൂട് ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു സമയത്താണ്, ഈ ഉച്ച സമയത്താണ് ഇപ്പോൾ ചുഴലിക്കാറ്റുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം പാറശാലയിലാണ് ചുഴലിക്കാറ്റുണ്ടായിരിക്കുന്നത്. പാറശാല KSRTCയിലെ ഡിപ്പോയ്ക്കുള്ളിലെ മൈതാനത്തിലാണ് ഇത്തരത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായത്. 2 മിനിറ്റോളം ഈ ഒരു ചുഴലിക്കാറ്റ് നീണ്ടു നിന്നിട്ടുണ്ട്. എന്തായാലും ജനങ്ങളെ വലിയ രീതിയിൽ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഈ ഒരു ചുഴലിക്കാറ്റ്. തിരുവനന്തപുരം പാറശാലയിലാണ് ചുഴലിക്കാറ്റുണ്ടായത്.
സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ ഡയസ് നോൺ പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ്. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ പട്ടിക കൈമാറണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഇന്ന് തന്നെ പട്ടിക കൈമാറണമെന്നാണ് നിർദ്ദേശം. അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിന് പിന്നാലെ ഇന്ന് മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ച് സമരം കടുപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കുകയും വരെ സമരം തുടരുമെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. സമരം ചെയ്യുന്ന സീനിയർ ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് PG വിദ്യാർത്ഥികളും നാളെ പണിമുടക്കും. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ പട്ടിക കൈമാറണമെന്ന് ഒരു നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ പട്ടിക കൈമാറണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിന് പിന്നാലെ ഇന്ന് മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ച് സമരം കടുപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഡോക്ടർമാർ തുടരുന്നത്. സമരം ചെയ്യുന്ന സീനിയർ ഡോക്ടർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് PG വിദ്യാർത്ഥികൾ നാളെ പണിമുടക്കുമെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇടപെട്ടിരിക്കുകയാണ്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇടപെട്ടിരിക്കുകയാണ്. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ പട്ടിക കൈമാറണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ പട്ടിക കൈമാറണമെന്നൊക്കെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡോക്ടർമാർ ദീർഘനാളായ ഒരു സമരത്തിലായിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു സമരമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമരത്തിലാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ പട്ടിക കൈമാറണമെന്നൊരു നിർദ്ദേശമാണ്, സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ പട്ടിക കൈമാറണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിന് പിന്നാലെ ഇന്ന് മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ച് സമരം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർമാർ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റയിൽ നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ ഉദ്ഘാടനം ഈ മാസം 25-ന് നടക്കും. നിർമ്മാണം പൂർത്തിയാക്കി 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ ദുരന്തബാധിതർക്ക് കൈമാറുന്നത്. ഗുണഭോക്താക്കളെ കണ്ടെത്താനായി നാളെ നറുക്കെടുപ്പ് നടക്കും. ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ നിന്നാണ് നറുക്കെടുപ്പ് നടത്തുക. ഉരുൾപൊട്ടി വന്ന വിപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പകച്ചു നിന്നവർക്ക് സർക്കാർ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നാടിന്റെ ഇച്ഛാശക്തിയുടെയും അതിജീവനത്തിന്റെയും പ്രതീകം കൂടിയാണ് കൽപ്പറ്റയിൽ ഉയർന്നിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി കൽപ്പറ്റയിൽ നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ ഉദ്ഘാടനം ഈ മാസം 25-ന് നടക്കുമെന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ ദുരന്തബാധിതർക്ക് കൈമാറുന്നത്. ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ടവർക്കാണ് ഇപ്പോൾ ആശ്വാസമാകുന്നത്. ഗുണഭോക്താക്കളെ കണ്ടെത്താനായി നാളെ നറുക്കെടുപ്പ് നടക്കും. ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ നിന്നാണ് നറുക്കെടുപ്പൊക്കെ നടത്തുക. ഉരുൾപൊട്ടി എല്ലാം നഷ്ടപ്പെട്ട് പകച്ചു നിന്നവർക്ക് സർക്കാർ നൽകിയ ഒരു ഉറപ്പാണ് ഇനി പാലിക്കപ്പെടാൻ പോകുന്നത്. നാടിൻ്റെ ഇച്ഛാശക്തിയുടെയും അതിജീവനത്തിൻ്റെയും പ്രതീകം കൂടിയാണ് കൽപ്പറ്റയിൽ ഉയർന്നിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. 178 പേർക്കാണ് വീട് നൽകുക.